നയനസംഭൂതാ ശിവാത്മാനന്ദകാരിണി. നമസ്കാരം. എല്ലാവരും ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ തയ്യാറെടുക്കുകയാണ്. എന്നാൽ ജനുവരി 1 വെറുമൊരു തീയതി മാത്രമല്ല, ചില നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ തലവര മാറുന്ന ദിവസമാണ്. ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി, എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്നു ചില നക്ഷത്ര ജാതകർക്ക്. നമ്മൾ കേട്ടിട്ടില്ലേ തലവര മാറുന്നതിനെക്കുറിച്ച്? പഴയ കാലങ്ങളിൽ രാജാക്കന്മാർക്ക് നിധി കിട്ടും എന്ന് പറയും പോലെ 2026 കടക്കുമ്പോൾ വലിയൊരു ധനയോഗം അല്ലെങ്കിൽ നിധിക്ക് തുല്യമായ സമ്പത്ത് ലഭിക്കാൻ പോകുന്ന 11 നക്ഷത്രജാതകരെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇവർ ഇനി ജീവിക്കാൻ പോകുന്നത് സാധാരണക്കാരെ പോലെയല്ല, ഒരു രാജാവിനെ പോലെയായിരിക്കും. ചോദിക്കുന്നതെന്തും നടക്കാൻ പോകുന്ന സമയം, ജീവിതത്തിലെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രജാതകരുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, ദാരിദ്ര്യം നിങ്ങളുടെ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ പോവുകയാണ്. ആരൊക്കെയാണ് ആ മഹാഭാഗ്യവാന്മാർ? അവർക്ക് ലഭിക്കാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണ്? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അതുപോലെ ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഇത് പൊതുവായ ഫലപ്രവചനമാണ്. നിങ്ങളുടെ സ്വന്തം ജാതകമനുസരിച്ച് നിങ്ങൾക്ക് എന്നാണ് ജോലി കിട്ടുക, വിവാഹം എന്ന് നടക്കും, എന്താണ് നിങ്ങളുടെ ഭാഗ്യ കല്ല്, ഏതാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ കൃത്യമായി അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക. ജാതകം പരിശോധിച്ച് കൃത്യമായ മറുപടി നൽകുന്നതാണ്. എന്താണ് ഈ രാജയോഗം അല്ലെങ്കിൽ നിധിയോഗം എന്ന് ആദ്യം പറയാം. ജനുവരി മാസം പിറക്കുന്നതോടുകൂടി ശനി, വ്യാഴം, രാഹു എന്നീ വമ്പൻ ഗ്രഹങ്ങൾ ചില നക്ഷത്രക്കാരുടെ ധനസ്ഥാനത്തേക്കും ലാഭസ്ഥാനത്തേക്കും മാറുകയാണ്. ഇതിൻ്റെ ഫലമായി ഇത്രയും നാൾ മണ്ണിൽ പണിയെടുത്തിട്ടും ഒന്നും കിട്ടാത്തവർക്ക് പെട്ടെന്നൊരു ദിവസം കൊണ്ട് വലിയ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുന്നു. ലോട്ടറി അടിക്കുക, പൂർവിക സ്വത്ത് കയ്യിൽ വരിക, വിൽക്കാൻ സാധിക്കാതെ കിടന്നിരുന്ന ഭൂമി വലിയ വിലയ്ക്ക് വിറ്റുപോകുക, ഇതിനൊക്കെയാണ് നമ്മൾ നിധിയോഗം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് ആ 11 നക്ഷത്രജാതകരെ ഓരോരുത്തരായി അറിയാം. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് നാളെ പ്രത്യേക പൂജയുണ്ടായിരിക്കും. ഈ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും. പേരും ജന്മനക്ഷത്രവും ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ എഴുതുകയാണ് എങ്കിൽ നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കുന്നതാണ്. തീർച്ചയായും വലിയൊരു മാറ്റം, വലിയൊരു ഭാഗ്യം നിങ്ങൾക്ക് വന്നു ചേരും. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതിയാണ്. മേടക്കൂറുകാരായ ഇവർക്ക് ജനുവരി 1 മുതൽ തുടങ്ങുന്നത് സുവർണ കാലഘട്ടമാണ്. പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. കയ്യിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ പണം വന്നു ചേരും. അശ്വതി നക്ഷത്ര ജാതകർക്ക് നിധി എന്ന് പറയുന്നത് ഭൂമിയാണ്. റിയൽ എസ്റ്റേറ്റ് വഴി വലിയ ലാഭം ഇവർക്കുണ്ടാകും. സ്വന്തമായി വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി മുതൽ അതിനുള്ള പണം വന്നു ചേരും. അങ്ങനെ എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും അശ്വതി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്ന സമയമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം കാർത്തികയാണ്. സൂര്യൻ്റെ നക്ഷത്രം. രാജാവിനെ പോലെ ജീവിക്കാൻ യോഗമുള്ളവരാണിവർ. ഔദ്യോഗിക രംഗത്ത് വലിയ അധികാരം ഇവർക്ക് ലഭിക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിയമന ഉത്തരവ് ലഭിക്കും. കാർത്തിക നക്ഷത്ര ജാതകർക്ക് സ്വർണം, രത്നങ്ങൾ ഇവ ലഭിക്കാൻ യോഗമുണ്ട്. നിങ്ങളുടെ വാക്കിന് കുടുംബത്തിൽ വലിയ വില ലഭിക്കുന്ന സമയമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അവിടെ ധാര, പിൻവിളക്കൊക്കെ നടത്തി മുന്നോട്ട് പോവുക. കാർത്തികയുടെ നല്ല സമയമാണ് ഇനി. അടുത്ത നക്ഷത്രം പുണർദമാണ്. ശ്രീരാമൻ്റെ നക്ഷത്രമായ പുണർദം. ഇവർക്കിനി സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും സമയമാണ്. ഇവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനുള്ള സമയമാണ്. ബിസിനസ്സിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാകും. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ച് തടസ്സം നേരിട്ടവർക്ക് ഇനി പെട്ടികൾ പാക്ക് ചെയ്യാം.
വിദേശ ധനം ഇവർക്ക് നിധി പോലെ വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. ഉത്രം നക്ഷത്ര ജാതകർക്ക് ജനുവരി മുതൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാണ്. ജനുവരി 1 മുതൽ ഇവരുടെ ജീവിതം പാടെ മാറും. മക്കളുടെ വിവാഹം, വിദ്യാഭ്യാസം എന്നിവയ്ക്കായി കരുതി വെച്ച പണം ഇരട്ടിയാകും. ഷെയർ മാർക്കറ്റിലോ ചിട്ടിയിലോ പണം നിക്ഷേപിച്ചവർക്ക് അതൊരു വലിയ തുകയായി തിരികെ ലഭിക്കും. ഏതായാലും ഉത്തര നക്ഷത്ര ജാതകരുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും ദിനങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ നക്ഷത്രം ഇതിൽ ഉണ്ടായിരുന്നില്ലേ? വിഷമിക്കണ്ട, ഇനിയും നക്ഷത്രങ്ങൾ പറയാനുണ്ട്. അതിനു മുമ്പ് ഒരു കാര്യം, പലരും ചോദിക്കാറുണ്ട്, എനിക്ക് നല്ല സമയമാണെന്ന് പറയുന്നു, പക്ഷേ ഒന്നും നടക്കുന്നില്ലല്ലോ എന്ന്. അതിൻ്റെ കാരണം നിങ്ങളുടെ ജാതകത്തിലെ ചില ഗ്രഹങ്ങളുടെ ബലക്കുറവാകാം. അതറിയാനും അതിനുള്ള പരിഹാരം ചെയ്യാനും നിങ്ങളുടെ ജാതകം വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി. നിങ്ങളുടെ പേര്, ജന്മനക്ഷത്രം ഇതാ വാട്സാപ്പിൽ അയയ്ക്കുക. തീർച്ചയായും നമുക്ക് നോക്കാം. നേരിട്ട് വിളിച്ച് സംസാരിക്കണമെന്നില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ വിശദമായി പരിശോധിച്ച് പറഞ്ഞു തരും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പോകുന്ന അടുത്ത നക്ഷത്രം ചോതിയാണ്. ഇവർക്ക് 2026 കടക്കുമ്പോൾ ആഡംബര വാഹന യോഗം കാണുന്നുണ്ട്. ഒരു ആഡംബര വാഹനമൊക്കെ വാങ്ങുവാൻ, വിദേശത്ത് പോകാൻ, അവിടെ നല്ല നിലയിൽ എത്തിച്ചേരാൻ, പലരും അസൂയോടുകൂടി നോക്കുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിത നിലവാരം ഉയരും. ചോതി നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം വളരെ കൂടുതലാണ്. ജനുവരി മാസത്തിൽ എടുക്കുന്ന ടിക്കറ്റുകൾക്ക് സമ്മാനം ലഭിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. എന്ന് കരുതി വലിച്ചുവാരി ടിക്കറ്റൊന്നും എടുക്കണ്ട. ഒരെണ്ണം എടുത്താലും അടിക്കാൻ സമയം നല്ലതാണ് എങ്കിൽ അടിച്ചിരിക്കും. അടുത്ത നക്ഷത്രം അനിഴമാണ്. ശനി ഭഗവാന്റെ അനുഗ്രഹമുള്ള അനിഴ നക്ഷത്ര ജാതകർക്ക് കഷ്ടപ്പാടിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനി വിശ്രമത്തിൻ്റെ കാലമാണ്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അത്ഭുതകരമായി സൗഖ്യം ലഭിക്കുന്ന സമയം. പൂർവിക സ്വത്തിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ തീരുമാനമാകുകയും വലിയൊരു സ്വത്ത് നിങ്ങളുടെ പേരിൽ എഴുതി കിട്ടുകയും ചെയ്യും. ഇത് ശരിക്കും ഒരു നിധി കിട്ടുന്നതിന് തുല്യം തന്നെയാണ്. അടുത്ത നക്ഷത്രം തൃക്കേട്ടയാണ്. ബുദ്ധിമാന്മാരായ തൃക്കേട്ട നക്ഷത്രക്കാർ, ബുദ്ധി കൊണ്ട് ഇവർ പണം വാരുന്നവരാണ്. IT രംഗത്തോ ബിസിനസ്സിലോ പ്രവർത്തിക്കുന്നവർക്ക് വരുമാനം 4 ഇരട്ടിയായി വർദ്ധിക്കും. പണം മാത്രമല്ല, സമൂഹത്തിലെ ഉന്നതരുമായി ബന്ധം സ്ഥാപിക്കാൻ സാധിക്കും. ഇത് ഭാവിയിൽ വലിയ ഗുണം ചെയ്യും. അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന, ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ശിവഭഗവാന്റെ അനുഗ്രഹമുള്ള നക്ഷത്രം പൂരാടം നക്ഷത്രമാണ്. ശുക്രൻ്റെ രാശിയായ പൂരാടം. ഇവർക്ക് ആഡംബരത്തിന് ഒരു കുറവുണ്ടാകില്ല. പുതിയ വീട് വാങ്ങാനോ ഉള്ള വീട് മോടിപ്പിടിപ്പിക്കാനോ സാധിക്കുന്ന സമയം. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ മാറി പങ്കാളി വഴി ധനലാഭമുണ്ടാകും. പൂരാട നക്ഷത്ര ജാതകർക്ക് ജനുവരി 1 മുതൽ കൈവിഷം പോലെ പണം വന്നു ചേരും. അത്രയേറെ വിശ്വാസമാണ്, അത്രയേറെ നല്ല സമയമാണ്. പൂരാട നക്ഷത്ര ജാതകർ ഒരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൊതുവായ കാര്യങ്ങളാണ്. പക്ഷേ ചിലർക്ക് വിവാഹം വൈകുന്നു, അല്ലെങ്കിൽ ഭർത്താവുമായി പിണക്കം, മക്കൾക്ക് പഠിക്കാൻ കഴിയുന്നില്ല. ഇത്തരം വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതിനൊക്കെ കൃത്യമായ പരിഹാരം ജ്യോതിഷത്തിലുണ്ട്. നിങ്ങളുടെ പ്രശ്നം എന്തായാലും അത് വാട്സാപ്പിൽ അറിയിക്കുക. വളരെ കുറഞ്ഞ ഫീസിൽ ജാതകം നോക്കി പരിഹാരം നിർദ്ദേശിക്കുന്നതാണ്. അവസാനത്തെ 3 നക്ഷത്രങ്ങൾ, അവർക്കിനി ഭാഗ്യവും നേട്ടവും സമൃദ്ധിയും സന്തോഷവും ഒക്കെ വന്നു ചേരാൻ പോവുകയാണ്. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്ര ജാതകർ ജയിക്കാൻ ജനിച്ചവരാണ്. ജനുവരി മുതൽ ശത്രുക്കൾ നിങ്ങളുടെ മുന്നിൽ മുട്ടുകുത്തുന്ന സമയമാണ്. തൊഴിൽ സ്ഥലത്ത് നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കും. വിദേശത്ത് ജോലിയുള്ളവർക്ക് അവിടെ സ്ഥിര താമസത്തിനുള്ള യോഗം വന്നു ചേരുന്നു. PR ഒക്കെ കിട്ടുന്ന സമയം. ഉത്രാടം നക്ഷത്രക്കാരുടെ കയ്യിൽ പണം വന്നാൽ അത് ചിലവാകില്ല, കുമിഞ്ഞു കൂടിക്കൊണ്ടേയിരിക്കും. പണം വർക്ക് ചെയ്യും. അങ്ങനെ അവർ പണത്തെ ഇരട്ടിയാക്കും. അത്രയധികം ഭാഗ്യമാണ് ഉത്രാട നക്ഷത്ര ജാതകർക്ക്. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. 2026 വരെ ഏറ്റവും കൂടുതൽ ഭാഗ്യം അനുഭവിക്കാൻ പോകുന്നത് ഒരുപക്ഷേ തിരുവോണ നക്ഷത്രക്കാരാവും. ഇവർക്ക് മണ്ണിൽ നിന്നുള്ള ധനം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. അതായത് അപ്രതീക്ഷിതമായി വിലപിടിപ്പുള്ള എന്തെങ്കിലും ലഭിക്കുകയോ ലോട്ടറി അടിക്കുകയോ ചെയ്യാം. ആഗ്രഹിച്ച ജീവിതം ജീവിച്ചു തുടങ്ങാൻ പോവുകയാണ് തിരുവോണ നക്ഷത്രം.
ഇവരൊരു മഹാവിഷ്ണു ഭക്തനാണ് എങ്കിൽ ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം രേവതിയാണ്. നമ്മൾ പറയാൻ പോകുന്ന ജാതകക്കൂട്ടത്തിലെ അവസാനത്തെ നക്ഷത്രം. എല്ലാ കാര്യത്തിലും ഒരു ഫിനിഷിംഗ് ഉള്ളവരാണിവർ. ജനുവരി 1 മുതൽ ഇവരുടെ സാമ്പത്തിക നില അത്ഭുതകരമായി ഉയരും. മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കാൻ വകയുണ്ടാകും. ബിസിനസ്സിൽ പാർട്ട്ണർഷിപ്പിലൂടെ വലിയ ലാഭം കൊയ്യും. രേവതിക്കാർക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകും. ഗുരുവായൂരൊക്കെ ഒന്ന് പോകണം. ഇതിൽ പല നക്ഷത്രജാതകരും, രേവതി നക്ഷത്രജാതകർ പലരും ഗുരുവായൂരൊക്കെ സ്ഥിര സന്ദർശകരാണ്. എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും. എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇത്രയുമാണ് ആ 11 നക്ഷത്രക്കാർ. ഇതിൽ നിങ്ങളുടെ നക്ഷത്രം വന്നില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. നിങ്ങളുടെ ജാതകത്തിൽ സമയം നല്ലതാണെങ്കിൽ നിങ്ങളും കോടീശ്വരനാകും. അതറിയാനാണ് ജാതകം നോക്കണമെന്ന് പറയുന്നത്. താല്പര്യമുള്ളവർ മടിക്കാതെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യൂ. കോൾ എടുക്കാൻ പറ്റിയെന്നവരില്ല, വോയിസ് മെസ്സേജ് അയച്ചാൽ മതി. പ്രിയപ്പെട്ടവരെ, ഈ 11 നക്ഷത്രക്കാർക്കും രാജയോഗമുണ്ടെങ്കിലും അഹങ്കാരം പാടില്ല. കിട്ടുന്ന പണം നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കുക. ഭാഗ്യം നിലനിൽക്കാൻ ജനുവരി 1 തീയതി രാവിലെ വീടിൻ്റെ പൂമുഖത്ത് ഒരു നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ മാസത്തിലൊരിക്കൽ നിങ്ങളുടെ ജന്മനക്ഷത്ര ദിവസം ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ നക്ഷത്രം ഇതിലുണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്ന് കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഈ നല്ല വാർത്ത ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.